ഞാൻ ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അടൂര്. കൊല്ലത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. നേരെ സ്ട്രെയിറ്റ് അവേ വന്നതാണ്. ഇവിടെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിങ്ങിന്റെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മിനി ആൻറ്റി എന്നുവെച്ചാൽ പിന്നെ ഞാൻ മസ്കറ്റിൽ സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പിന്നെ എന്താ പറയുക സ്ഥിരമായി കമൻ്റ് ഇടും, എന്നാണാവോ എൻ്റെ വീട്ടിൽ വരുന്നത്, എന്നാണോ എൻ്റെ വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അവരുടെ അടുത്തേക്ക് തന്നെ ഞാൻ വിളിച്ചു അവരോട് മെസ്സേജ് അയച്ചു, നിങ്ങൾ പിന്നെ ഇൻസ്റ്റയിൽ നമ്പർ അയക്ക്, ഞാൻ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ഇന്നിവിടെ എത്തിയാണ്. അപ്പോൾ ഇവരെ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ എല്ലാവരും, മോനും പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ മൈക്കാണെങ്കിൽ ഞാൻ പിന്നെ കൊല്ലത്ത് വെച്ച് മറന്നുപോയി. അപ്പോൾ തിരിച്ച് ഇവരെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പോൾ പഴയ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോയിട്ട് അത് എടുക്കണം. എന്തായാലും ഈ ഷൂട്ട് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. എങ്ങനെ അല്ല അകത്തേറിയിട്ട് അവിടെ നിന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ആരെ ഓരോരാളൊന്ന് പരിചയപ്പെടുത്തി. ഇത് മോന് അല്ലേ, അത് ഏകദേശം മനസ്സിലായി, മോന്റെ ഫ്രണ്ട്. ഇതാണ് ഇവിടുത്തെ ആള് സൂര്യ. സൂര്യയുടെ മോളാണിത്. ഇത് സൂര്യയുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്. ഇത് സൂര്യയുടെ മോന്. സൂര്യയുടെ മോന്. ഓക്കെ. പുള്ളിയുടെ മോളാണ് ഇത്. ഓക്കെ ഓക്കെ. എല്ലാരും ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ്, എല്ലാരും അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് പിന്നെ എന്ത് ചെയ്യുന്ന എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ പേരുണ്ടെങ്കിൽ എന്തൊക്കെ ചെറിയ ഒരു സംഭവം പെട്ടെന്ന് ചെയ്തിട്ട് ഉള്ള തീരുമാനത്തിലേക്ക് ആക്കാം. നമ്മൾ യാത്ര ചെയ്ത് വന്നല്ലേ, ഞാൻ കരുതി എന്തായാലും ഡെസേർട്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ കുക്കീസിലേക്ക് നോക്കിയാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഇല്ല, ഇങ്ങോട്ട് വന്നോ മൈക്ക്. എങ്ങനെ പിന്നെ കുക്കീസ് നമ്മുടെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടോ? ഇല്ല, എപ്പിസോഡിൽ ഇട്ടിട്ടില്ല. പുതിയൊരു ഐറ്റം. ചെറിയൊരു വേർഷൻ, ചെറിയൊരു ഡിഫറൻസ് വെച്ചാൽ പാവലോവ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഇട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഡിഫറൻസ്. അപ്പൊ നമുക്കത് ചെയ്യുന്ന പാർട്ടിലേക്ക് പോവാം അല്ലേ. എന്നിട്ട് ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. നമുക്ക് സ്റ്റോർ ചെയ്ത് അതെ 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 പുതിയതാണ്. ഓക്കെ, നമുക്ക് ആ കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. ഇത് ഒരു എക്സ്ട്രാ വീഡിയോ എടുക്കുന്നതാണ്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് 2 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്താണ് പത്തനംതിട്ടയിൽ. ഇത് ഇന്ന് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ്. എന്താന്ന് പറഞ്ഞാല് ഈ ഒരു വീഡിയോ വരാൻ കാരണം ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് നേരെ ഞാൻ കോട്ടയത്തേക്ക് പോവാണ്. കോട്ടയത്ത് ഇന്നത്തെ ഫസ്റ്റ് ദിവസം ഞാൻ ഉണ്ടാവുന്നത് കുമരകത്ത് ഉണ്ടാവും. നാളെ വരെ കുമരകത്ത് ഉണ്ടാവും. അപ്പോൾ കോട്ടയത്ത് ഏത് സ്ഥലത്തുള്ള ആളായാലും കോട്ടയം എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിംഗ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള 2 എപ്പിസോഡ് അതിന് ബാക്കിയുണ്ട്. ഒന്ന് ഒരു ട്രൈബൽ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന ഒരു എപ്പിസോഡാണ്. നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ് പോയത്, പക്ഷെ നമുക്ക് എന്നാലും ചെറിയൊരു സംഗതി അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ആ വീഡിയോ വരാനുണ്ട്. പിന്നെ ഒരു ട്രഡീഷണൽ ഫുഡ് കഴിച്ച, പക്ക ട്രഡീഷണൽ ഫുഡ് കഴിച്ച ഒരു എക്സ്പീരിയൻസും ഉണ്ട്. ആ 2 വീഡിയോ 2 ദിവസം കയറും. അതിന് ശേഷം പിന്നെ കോട്ടയത്തെയാണ്. അപ്പം ഇതിലെനിക്ക് കോട്ടയംകാരെ സെലക്ട് ചെയ്യണം. അപ്പോൾ കോട്ടയംകാരെല്ലാവരും കൂടെ കോട്ടയം, പിന്നെ നിങ്ങളുടെ എന്താ പറയുക പേരും. അത് കുമരകം ഭാഗത്തുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഇന്നും നാളെ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവരെ ഭാഗം ഷൂട്ട് ചെയ്യുക. പിന്നെ കാഞ്ഞിരപ്പള്ളി അല്ല കോട്ടയം, പാല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉള്ളവരും വിടും. ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇപ്പം ഇതിന് വേണ്ടിയിട്ട് കാഷ്യൂ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് കാഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ റോസ്റ്റഡ് കാഷ്യൂ യൂസ് ചെയ്താൽ മതി. ഉപ്പ് കുറവുള്ളതായിരിക്കണം, ഉപ്പില്ലാത്തതായ അത്രയും നല്ലത്. ഇതിപ്പോൾ ഗീല് റോസ്റ്റ് ചെയ്യണം, ഗീല് റോസ്റ്റ് ചെയ്യുക. പ്ലെയിനായി റോസ്റ്റ് ചെയ്യണം, പ്ലെയിനായിട്ടും റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. 1.5 കപ്പാണ് മൊത്തം യൂസ് ചെയ്യുന്നത് കേട്ടോ. കാഷ്യൂവിൻ്റെ അളവിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാഷ്യൂവിൻ്റെ ബൈറ്റ്സ് കിട്ടണം അതിനനുസരിച്ചാണ്. ഞാൻ ഇപ്പം ഇവിടെ ഒന്ന് അധികം ചെയ്തു വെക്കുന്നതേ ഉള്ളൂ. ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇടും. കാഷ്യൂ പിന്നെ എന്തായാലും നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തണുക്കാൻ വെക്കണം കേട്ടോ. ഒരിക്കലും ചൂടുണ്ടാകാൻ പാടില്ല നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തണുക്കാൻ വെക്കണം. എന്നിട്ട് ഇതാദ്യം ചെയ്ത് വെക്കണം, എന്നിട്ട് ബാക്കി പണികളിലേക്ക് നീക്കാൻ പാടുള്ളൂ. അപ്പോൾ 8 മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 8 മുട്ട യോക്ക് മാറ്റി വെക്കാം, മഞ്ഞ വേണ്ട നമുക്ക്, അത് മാറ്റി വെക്കാം. അത് രാവിലെ എന്തെങ്കിലും ഓംലെറ്റിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക സ്നാക്സിലേക്ക്. അപ്പോൾ ഇപ്പോൾ 8 മുട്ടയുടെ വൈറ്റ് എടുത്തിന്. നമ്മൾ മുമ്പ് പാവ്ലോവ ചെയ്ത അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് സ്ലോലി തുടങ്ങാം. എന്നുവെച്ചാൽ ബീറ്റ് ചെയ്യേണ്ടത് വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. വെള്ളം ഒന്നും എവിടെയും ഉണ്ടാകാൻ പാടില്ല. ആദ്യം സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക.
പിന്നെ ഒന്ന് മൊത്തം ഒരു ഫോമിങ് വന്ന ഉടനെ പിന്നെ ഒന്നും കൂടെ സ്പീഡ് കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് കേട്ടോ, ഷുഗർ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇതേ രീതിയിൽ ബീറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ടെക്സ്ചറിൽ എത്തുമ്പോഴേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നുവെച്ചാൽ നന്ന ക്രീമി ടെക്സ്ചർ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് ഇതിൻ്റെ സൗണ്ട് കൊണ്ട് പിന്നെ കൂടുതൽ പറയാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ ഷുഗർ എടുത്തിരിക്കുന്ന 2.5 കപ്പാണ് കേട്ടോ. ഷുഗർ പൗഡർ എടുത്തിരിക്കുന്ന 2.5 കപ്പാണ്. 8 മുട്ടക്ക് നിങ്ങൾ ചെയ്യേണ്ടത് 2.5 കപ്പ് ഷുഗർ പൗഡർ യൂസ് ചെയ്യുക. അത് സ്ലോലി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വനില എസെൻസ് കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഡ്രോപ്സുകൾ അത്രമാത്രം, ചെറിയൊരു ഒരു 3-4 ഡ്രോപ്പ് അത്ര ഇട്ടിക്കണ്ടു. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാഷ്യൂ, നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള കാഷ്യൂ, ആ കാഷ്യൂ തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത്രയും ഫോം ഉണ്ടാക്കി വെച്ച സാധനം നഷ്ടപ്പെട്ടു പോകും. എന്തായാലും അത് ഒരു മെൽട്ടായി പോകും. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്പാച്ചുലർ എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യണേ. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ, റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് പൈപ്പിംഗ് ബാഗിലേക്കാക്കി മാറ്റണം. ഇപ്പോൾ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പം നമ്മൾ ഇനിയിപ്പം ഞാൻ ഡയറക്റ്റ് ഗ്ലാസിൻ്റെ മുകളിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ട്രേ കയ്യിലില്ല. അപ്പോൾ നമുക്ക് നമ്മളെ മിക്സ് നമ്മളെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ, നമുക്കിത് ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് ഒന്ന് മുകളിലേക്ക് വലിക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണേ, ഒട്ടിപ്പിടിക്കരുത്. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണേ. സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ ഇട്ടിട്ട് 2 ട്രേ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഓവനിലേക്ക് കയറ്റാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കയറ്റാം. ഇത് ഓവനിലേക്ക് വെക്കാം കേട്ടോ. പ്രീ ഹീറ്റ് നിർബന്ധമാണ്. ഓക്കെ, ഇത് നമുക്ക് അടക്കാം. ഇത് 2 ലെയറിലായിട്ട് സെറ്റ് ചെയ്തിന് കേട്ടോ, 2 പ്ലേറ്റ് ആയിട്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പം ഞാൻ അവിടുന്ന് ഏകദേശം ഓവനിൽ ഇട്ട സമയത്ത് പിന്നെ ഇതാ ക്യാമറ ഒന്ന് കാണിച്ചു തരാം. എന്നെ മൂപ്പര് കൂട്ടിക്കൊണ്ട് ഒരു ബാക്കിലൊരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടത്. ഞാനിത് അറിയില്ല കേട്ടോ, ഇവരുടെ ഇങ്ങനെ ഒരു പദ്ധതി ഇതൊക്കെ ഇട്ടത്. അപ്പോൾ വാ നിങ്ങൾ പിന്നെ അവരെ ഹസ്ബൻഡ്, പിന്നെ സൂര്യയുടെ ഹസ്ബൻഡ്. നേരത്തെ നമ്മൾ ഇൻട്രോ പറയുമ്പോൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവര് ഹരിച്ചേട്ടൻ. ഓക്കെ, മൂപ്പര പ്രിപ്പറേഷൻ, മൂപ്പര മസാലയാണ് ഇതൊക്കെ അല്ലേ? ഓക്കെ ഹരിച്ചേട്ടാ, ഇതെന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല ഇതിൽ, മസാല അല്ലാതെ പിന്നെ എണ്ണ വേണ്ട, ഒന്നും വേണ്ട. ആണ് ഹെൽത്തി ആയിട്ട്. അതിന്റെ ഇടയിൽ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുണ്ടല്ലോ, കരള് ഇതൊക്കെ പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കുന്നു. പിന്നെ ഉള്ളിയൊക്കെ ഇട്ടുണ്ടല്ലേ? ഓക്കെ, മൂപ്പരിത് വാഴയിലൊക്കെ എടുത്ത് കൊണ്ടുത്തന്നിന്. അപ്പൊ നമുക്കിതൊന്ന് കഴിക്കല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നല്ല മസാല, നാടൻ മസാല ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? ഇത് നിങ്ങൾ കഴി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇവരെ ശരിക്കും ന്യൂ ഇയർ സ്പെഷ്യൽ എന്ന് പറയുന്ന പോലെ തന്നെ ന്യൂ ഇയർ സ്പെഷ്യൽ തന്നെയാണ്. ഇതിനൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രിങ്ക്സ് എന്ത് വേണ്ടി വരും അല്ലേ? എല്ലാം പെർഫെക്റ്റ് ആട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നാടൻ മസാല തന്നെ ആ ഒരു നല്ല ഇത്തിരി നമ്മൾ സ്പൈസി പൊതുവെ കുറച്ച് താഴോട്ടാ ചെയ്യല്. ഇത്തിരി നോർമൽ സ്പൈസിയോട് കൂടി, ഓവർ സ്പൈസി അല്ല, നോർമൽ സ്പൈസിയോട് കൂടിയുള്ള നല്ല സാധനം. അപ്പോൾ ഓക്കെ, നമ്മളെ കുക്കീസ് വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടൈമിങ് തന്നെ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇത് ചൂട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് നമുക്ക് വെക്കാം. ഇത് ഞാൻ ഇപ്പോൾ പ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഒന്ന് കഴിക്കുന്ന പാർട്ടിലേക്ക് പോവാം. കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ
പിന്നെ ആൻറ്റി കേക്കൊക്കെ ഉണ്ടാക്കി വന്നിട്ട് കേട്ടോ. നമ്മളിങ്ങനെ വരുന്നത് അറിഞ്ഞിട്ടും പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ ഇതായിട്ടും അതെന്താ അവിടെ പെട്ടെന്ന് സ്റ്റെക്ക് കേക്ക് ഒന്ന് കഴിക്കല്ലേ. അപ്പോൾ നമ്മളെ കുക്കീസും ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അത് കേക്കും ഓക്കെ. ഇതാ ആദ്യം കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും കൂടെ കൊടുക്കാം. എന്നാ വേണ്ട എന്നാ വാ വാ വാ. ആൻറ്റി ഞാനും കഴിച്ചിട്ട് ഇപ്പൊ പറയാം കേട്ടാ ആൻറ്റി. വാ 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 വാ. പന്നലാണെന്നൊന്നും പറയില്ല. നല്ല സ്പഞ്ച് കേട്ടോ, നല്ല കോഫി ഫ്ലേവർ. നല്ല കോഫി ഫ്ലേവർ. എനിക്ക് കോഫി പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നല്ല കോഫി ഫ്ലേവർ. നല്ല നല്ല കോഫി ഫ്ലേവർ, അടിപൊളി. എന്തായാലും നല്ല കേക്ക്. ആ ഫ്ലേവർ ഉണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കഴിക്കുക. വാ. അപ്പോൾ ഇനി ഞാൻ റിവ്യൂ അറിയുന്നില്ല, ഇതിൻ്റെ ഞാൻ പറഞ്ഞു. ഇനി ഇത് നിങ്ങൾ പറ. ഇതാ വാ. ഇതാ ആൻറ്റി ഒന്നെടുക്കാം. വാ 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 വാ. നമ്മൾ ഓവണിൽ ബാക്കി ആവുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇത് പെട്ടെന്ന് എന്നാ അതാ അന്വേഷണം എടുക്കാം. ഇതാ അതെ ഞാൻ മൈക്ക് തരാം. എന്നാ എങ്ങനെയാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ള? ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. സാധാരണ കഴിച്ച ഒരു കുക്കീസിന്റെ ഒരു നോർമൽ നന്നായിട്ടുണ്ട്. ഇതെങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അതാ വേണ്ടി നമുക്കൊരു പിന്നെ ഒരു ഭയങ്കര സംഭവം ടേസ്റ്റി അങ്ങനെയല്ല. അതാണാ വായിന്നിങ്ങനെ മെൽറ്റ് ആവുന്നുണ്ടാവും അല്ലേ? യെസ് എക്സാക്ട്ലി അത് തന്നെയാണ്. എന്നുവെച്ചാൽ പുറത്തുനിന്ന് ഇങ്ങനെ ക്രിസ്പിയും വായ മെൽറ്റ് ആവുന്നു. എന്തായാലും ഇഷ്ടമായി അല്ലേ? ഓക്കെ പൊളി. രണ്ടുപേരും എഞ്ചിനീയർ ആണ് കേട്ടോ, സിവിൽ എഞ്ചിനീയർ ആണ്. ഇപ്പോ പിന്നെ വർക്കിംഗ് തുടങ്ങിയല്ലേ? തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളു. ഈ കുക്കീസ് അങ്ങനെയല്ല. അതെ. ഇത് ശരിക്കും നമ്മുടെ പാവ്ലോവ ആ ടൈപ്പിൽ ഒരു വേർഷൻ ഡിഫറെന്റ് ആയിട്ട് വന്ന സാധനം. അപ്പോൾ പിന്നെ നമുക്കെന്താ ഇവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കട്ടെ. കോഴി നേരത്തെ നിങ്ങൾ കണ്ടല്ല, പൊരിച്ചെടുത്തേ, ആ കോഴിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിക്കല്ലേ. പിന്നെ നേരത്തെ ഞാൻ റിവ്യൂ പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്, ടേസ്റ്റ് കൊണ്ട് ലിവർ. എന്റെ മോനെ കിടു ലിവർ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഞാൻ ചെയ്യും. മൂപ്പരെ പേരെന്തേ? ഹരിയേട്ടന്റെ പേരിലുള്ള റെസിപ്പി ആയിട്ട് ഞാനത് ചെയ്യും. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. നോക്കട്ടെ എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് എവിടെന്നെങ്കിലും പറ്റിയ അത് ചെയ്യും. കിടു സാധനം അത്. നമ്മൾ ഇതൊന്നും അല്ലാതെ ഉണ്ടാക്കി. ഓക്കെ, നമുക്കെന്നാ ബൈ പറയാം അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബും ചെയ്യും. നിങ്ങൾ പിന്നെ റിവ്യൂസ് പറ. അപ്പൊ നമുക്ക് എല്ലാവരോടും ബൈ പറയാം അല്ലേ? ഓക്കെ. വിഷ് ഹാപ്പി ന്യൂ ഇയർ.